ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാങ്കോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിനെ കുറിച്ചാണ്. അഡ്മിൻ പാനൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ പേജിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. MVC ഫ്രെയിംവർക്കിൽ, അതേപോലെ തന്നെ MVC ഫ്രെയിംവർക്കായ ലാറാവൽ, അതേപോലെ തന്നെ മറ്റു ASP.NET ഇങ്ങനെയുള്ള ഫ്രെയിം വർക്കിനെയൊക്കെ അപേക്ഷിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേപോലെ മറ്റു ഫ്രെയിം വർക്കുകളിലൊന്നും ഇല്ലാത്ത കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് ജാങ്കോയിലെ അഡ്മിൻ പേജ്. ഇത് മറ്റു ഫ്രെയിം വർക്കുകളിലും അതേപോലെ തന്നെ മറ്റു വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്കും ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം അതിലേക്ക് ഓരോ യൂസേഴ്സിനെ എങ്ങനെ എൻട്രി ചെയ്യാം, ഓരോ യൂസേഴ്സിന് എന്തൊക്കെ പെർമിഷൻസ് കൊടുക്കാം, ആ അഡ്മിൻ പേജിൽ കയറിയാൽ ഏതൊക്കെ ഡാറ്റാസ് കാണാം, ഏതൊക്കെ ഡാറ്റാസ് ഡിലീറ്റ് ചെയ്യാം, അത് ആർക്കൊക്കെ ഡിലീറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള വളരെ അധികം കോഡ് ചെയ്ത് എഴുതേണ്ട കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ 1-2 കമാൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ജാങ്കോയിലുള്ള ഈ അഡ്മിൻ പേജ്. ഈ അഡ്മിൻ പേജ് ഓപ്പൺ ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റാബേസും നമുക്ക് ഇവിടെ വെച്ച് മാനേജ് ചെയ്യാം, അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഈ അഡ്മിൻ പേജ് ഉപയോഗിക്കാവുന്നതാണ്. ജാങ്കോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് അഡ്മിൻ പേജ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു അഡ്മിനിസ്ട്രേഷൻ പേജ് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ മാനേജ് ചെയ്യാം, അതിലെങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, ആ ഗ്രൂപ്പിലേക്ക് നമുക്ക് എങ്ങനെ കുറച്ച് യൂസേഴ്സിനെ ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തു വെച്ച പ്രൊജക്റ്റ് ഞാനിവിടെ വന്ന് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പൈത്തൺ സ്പേസ് manage.py സ്പേസ്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ഡിഫാൾട്ടായിട്ട് നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡാറ്റാബേസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അതായത് അഡ്മിൻ, ലോഗിൻ, ഓത്, അങ്ങനെ സെക്യൂരിറ്റി, അങ്ങനെ പല ഡാറ്റാബേസുകളൊക്കെ ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ജാങ്കോയിൽ നമുക്ക് ഡാറ്റാബേസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് മേക്ക് മൈഗ്രേഷൻസ് എന്നൊരു ഓപ്ഷന്. മറ്റു MVC ഫ്രെയിം വർക്കുകളിലൊക്കെ ഇതേപോലെ ഡാറ്റാബേസ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യാൻ പല ഇതുപോലുള്ള കമൻസുകളൊക്കെ ലഭ്യമാണ്. അപ്പോൾ പൈത്തണിൽ ജാങ്കോയിൽ വരുന്നൊരു കമാൻഡാണ് മേക്ക് മൈഗ്രേഷൻ എന്ന് ചേർത്ത് കൊടുക്കുക. മൈഗ്രേഷൻ എന്ന് എഴുതുമ്പോൾ ലാസ്റ്റ് മൈഗ്രേഷൻസ് എന്ന് എഴുതാൻ മറക്കരുത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, എൻ്റർ അടിക്കാം. അപ്പോൾ നോ ചേഞ്ച് ഡിക്റ്റേറ്റഡ് എന്ന് കാണിക്കേണ്ടത്, അതായത് ഇതിൽ ഓൾറെഡി ഉള്ള ഡാറ്റാബേസ് മാത്രമേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, മൈഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ. പുതിയ ഡാറ്റാബേസുകളൊന്നും നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാബേസ് ഒന്ന് മൈഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മളിവിടെ വന്ന് പൈത്തൺ സ്പേസ് manage.py സ്പേസ് മൈഗ്രേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു, എന്നിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്കിവിടെ നമുക്ക് എത്ര ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, അത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഈ ആപ്ലിക്കേഷനിലേക്കായിട്ടുള്ള ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഡാറ്റാബേസുകളാണ്, അതേപോലെ തന്നെ എന്തൊക്കെ കണ്ടൻറ്റുകളാണ് വേണ്ടത്, അതൊക്കെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ മൈഗ്രേഷൻ, ഈ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച കമാൻഡ് ഇവിടെ വന്ന് മൈഗ്രേറ്റ് എന്നുള്ളൊരു പേജിൻ്റെ ഉള്ളിൽ, മൈഗ്രേഷൻ എന്നുള്ളൊരു പേജിൻ്റെ ഉള്ളിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ഇത്രയും ഭാഗം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോഡൊക്കെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മളിവിടെ എന്ത് ആക്ഷൻ കൊടുക്കുകയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് അല്ലെങ്കിൽ കോഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈഗ്രേഷൻസുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈഗ്രേഷൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊരു സൂപ്പർ യൂസർ അല്ലെങ്കിൽ ഒരു അഡ്മിൻ യൂസറെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു അഡ്മിൻ യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഇവിടെ വന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ പൈത്തൺ സ്പേസ് manage.py സ്പേസ്, അതിനുശേഷം എന്ത് ചെയ്യുക, ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ടൈപ്പ് ചെയ്യുക. പിന്നെ ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് പറയുമ്പോൾ അത് ഒറ്റ വേർഡായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റർ അടിക്കുമ്പോൾ നമുക്കിവിടെ കാണിച്ചു തരും യൂസർ നെയിം കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ യൂസർ നെയിം ഒന്നും കൊടുക്കാതെ നമ്മൾ എൻ്റർ അടിക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഏതാണോ പേര് അതായിരിക്കും യൂസർ നെയിമായിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഏതെങ്കിലും ഒരു കമ്പനിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനീൻ്റെ യൂസർ നെയിം ആയിരിക്കണം ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് യൂസർ നെയിമായിട്ട് അഡ്മിൻ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷന് നമുക്കിവിടെ വന്ന്
ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ ഇമെയിൽ ഐ ഡി നമ്മൾ കമ്പനികൾക്കോ അല്ലെങ്കിൽ റിയൽ പ്രൊജക്റ്റിലൊക്കെ ചെയ്യുമ്പോൾ അത് ഒറിജിനലായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിലേക്കായിരിക്കും നമുക്ക് പാസ്വേഡ് മറയ്ക്കുകയോ അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർഗെറ്റ് പാസ്വേഡൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ ലിങ്ക് ഈ ഇമെയിൽ വഴിയായിരിക്കും നമുക്കിത് കിട്ടുക. അപ്പോൾ ഈ ഇമെയിൽ കൊടുക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് തെറ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കരുത്. ഇപ്പം ഞാനിത് ടെസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനിവിടെ വന്ന് admin@gmail.com ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിതിലേക്ക് പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഞാനിവിടെ വന്ന് സിമ്പിളായിട്ട് 1 2 3 എന്ന് പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്ക്രീനിൽ ഇവിടെ പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആവില്ല, പക്ഷേ നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ഇവിടെ എന്തായിട്ടുണ്ടാവും, സ്റ്റോർ ആയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും റീടൈപ്പ് ചെയ്ത് ഞാൻ അതേ പാസ്വേഡ് തന്നെ ഇവിടെ എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഒരു മെസ്സേജ്, ഒരു എറർ മെസ്സേജ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ കൊടുത്ത പാസ്വേഡ് ഷോർട്ടാണ്. ഇതിൽ ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ്, ഒരു മിനിമം 8 അക്ഷരമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വേണം. പിന്നെ ഇപ്പോൾ ഞാൻ പാസ്വേഡ് 1 2 3 എന്ന് കൊടുത്തുകൊണ്ട് തന്നെ ഈ പാസ്വേഡ് എന്ന് പറയുന്നത് 2 കോമൺ ആണ്, കുറേ ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പാസ്വേഡാണ്. പിന്നെ ദിസ് പാസ്വേഡ് ഈസ് എൻ്റയർലി ന്യൂമറിക്, അതായത് ഇതിലേക്ക് നമുക്ക് വെറും നമ്പേഴ്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ക്യാരക്ടേഴ്സോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പാസ്വേഡായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലുള്ള ഈ വാലിഡേഷൻ, ഇപ്പോൾ ഈ പാസ്വേഡിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടെന്ന് നമുക്ക് മുമ്പിൽ കാണിച്ചു തരികയാണ്. ഈ പ്രോബ്ലംസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാലിഡേഷൻ എന്ത് ചെയ്യാം, ബൈപ്പാസ് ചെയ്യാം. അതായത് ഷോർട്ട് ആയിക്കോട്ടെ, അതേപോലെ കോമൺ ആയിക്കോട്ടെ, 8 അക്ഷരം ഉള്ളതെങ്കിൽ പ്രശ്നമില്ല, അതേപോലെ നമ്പർ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇത് ബൈപ്പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എസ് കൊടുക്കുക. നോ കൊടുത്താൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, പാസ്വേഡ് വൈന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് സൂപ്പർ യൂസർ ക്രിയേറ്റ് ആവും. ഇനി നമ്മളിവിടെ വന്ന് എന്നാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്മൾ ആ പറയുന്ന എല്ലാ കണ്ടീഷൻസും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാസ്വേഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വന്ന് വൈന്ന് ചേർത്ത് കൊടുത്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് സൂപ്പർ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാം, നമ്മളെ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് പൈത്തൺ manage.py റൺ സെർവർ എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ഈ പ്രൊജക്റ്റ് റൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ പ്രൊജക്റ്റ് സ്മൂത്തായിട്ട് തന്നെ നമുക്കിവിടെ റൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊജക്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺട്രോളിലും ഫോളോഡ് ആ ലിങ്കിലും കൂടി ക്ലിക്ക് ചെയ്താലും നമ്മൾ ബ്രൗസറിൽ എന്ത് ചെയ്യും, ആ ആപ്ലിക്കേഷന് നമുക്ക് റണ്ണായി വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ ആപ്പിൻ്റെ ഇത്രയും പേജിൻ്റെ താഴെ അവസാന ഭാഗത്തായിട്ട് ഒരു സ്ലാഷ് ഇടുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യുക, അഡ്മിൻ എന്ന് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്കിതിലുള്ള അഡ്മിൻ പേജ് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. നമുക്ക് ജാങ്കോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ യൂസർ നെയിം എന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. നമ്മളെ യൂസർ നെയിം എന്ന് പറയുന്നത് അഡ്മിനാണ്, പാസ്വേഡ് എന്നുള്ളത് 1 2 3 എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ലോഗിനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എന്തായിട്ടുണ്ടാവും, നമ്മൾ സൈറ്റ് ഇവിടെ ലോഗിനായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വന്ന് യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ സൂപ്പർ യൂസറുടെ പേര് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അഡീഷണലായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അഡ്മിനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് എന്താണോ അഡ്മിൻ യൂസർ നെയിം എന്താണോ, അഡ്മിൻ്റെ ഫസ്റ്റ് നെയിം എന്താണോ വേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അവരെ ലാസ്റ്റ് നെയിം എന്താണോ അതും നമുക്കിവിടെ വന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ആക്റ്റീവ് ആക്കാം. അതേപോലെ തന്നെ സൂപ്പർ യൂസർ, അതായത് ഈ സൈറ്റിൽ തന്നെ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യണമെന്നുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഗ്രൂപ്പുകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഫീച്ചേഴ്സ് കൂടി എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട രൂപത്തിലേക്കാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഈ അഡ്മിൻ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സുകൾ, അതായത് ഇതിലുള്ള എന്തൊക്കെ പെർമിഷൻസുകൾക്ക് നമുക്കിവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറേ പെർമിഷൻസുകൾ തരുന്നുണ്ട്. ഇപ്പോൾ ഒരു യൂസറെ ആഡ് ചെയ്യണതും, അതേപോലെ യൂസറെ ഡിലീറ്റ് ചെയ്യണതും, യൂസറെ ചേഞ്ച് ചെയ്യണതും, അതേപോലെ ഇതിലേക്ക് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതും ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യണതും, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പെർമിഷൻസുകളൊക്കെ കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊരു സൂപ്പർ യൂസർ ആണെങ്കിൽ സൂപ്പർ യൂസർ സ്റ്റാറ്റസ് ആണ് നമ്മളിതിന് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിലെ എല്ലാ പെർമിഷനും ഈ
സൂപ്പർ യൂസർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇത് സേവിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ വന്ന് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എല്ലാം കാണിച്ചു തരുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ വന്ന് ആഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഗ്രൂപ്പിൻ്റെ പേരെന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ പേരായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ടീച്ചർ എന്നുള്ള ഗ്രൂപ്പിലേക്ക് ഏത് സ്റ്റാഫിനെ അല്ലെങ്കിൽ യൂസേഴ്സിനെ ആഡ് ചെയ്യുകയാണെങ്കിലും ആ യൂസേഴ്സിന് നമുക്ക് കൊടുക്കേണ്ട പെർമിഷൻസ്, ഒരു യൂസറെ നമുക്ക് ഒരു മിനിറ്റ്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂസറെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം. അതേപോലെ യൂസറെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം. അതേപോലെ തന്നെ ആ യൂസറെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാനുള്ള പെർമിഷനും കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ യൂസറെ കാണാനുള്ള പെർമിഷനും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പെർമിഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടീച്ചർ എന്നുള്ള ഗ്രൂപ്പിന് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ ഇത്രയും കൊടുക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ഗ്രൂപ്പിൽ ടീച്ചർ എന്നുള്ള പേരിലൊരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഓക്കെ, ഈ ടീച്ചർ എന്നുള്ളതിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഡിലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഗോല് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി പുതിയൊരു ഗ്രൂപ്പ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ആഡ് ഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് എത്ര ഗ്രൂപ്പുകൾ വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ആഡ് ചെയ്തു. ഇനി ഈ ടീച്ചർ എന്നുള്ള ഗ്രൂപ്പിലേക്ക് നമുക്ക് എങ്ങനെ ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ ഒരു യൂസർ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് ആഡിൽ ക്ലിക്ക് ചെയ്യാം. ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, യൂസർ നെയിം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അരുൺ എന്ന് ചേർത്ത് കൊടുത്തു. അവരെ പാസ്വേഡ് കൊടുക്കുക. ഇവിടെ നമുക്ക് ജസ്റ്റ് 1 2 3 എന്നെല്ലാം കൊടുത്താലൊന്നും ബൈപ്പാസ് ആവില്ല. അവിടെ നമ്മൾ ടെർമിനലിൽ കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ കഴിയൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്ക് ഈ കണ്ടീഷന് ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു പാസ്വേഡ് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ യൂസർ നെയിം എന്ത് ചെയ്തു, പാസ്വേഡ് എന്നുള്ളത് arun@123 എന്ന് ചേർത്ത് കൊടുത്തു. അതേ പാസ്വേഡ് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ താഴെയും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് സേവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അരുൺ എന്നുള്ളൊരു പേരിലൊരു യൂസറെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ യൂസർക്ക് എന്തൊക്കെ ഫസ്റ്റ് നെയിം എന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നെയിം എന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അവരെ ഇമെയിൽ ID ഏതാണോ അത് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിന് സ്റ്റാഫ് സ്റ്റാറ്റസ് എന്നുള്ളത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. സൂപ്പർ യൂസർ നമ്മളിവിടെ കൊടുക്കണമെന്നില്ല. സൂപ്പർ യൂസർ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ പെർമിഷൻസും ഇവിടെ കിട്ടും. നമുക്കിവിടെ വന്ന് ഈ ടീച്ചേഴ്സിന് എന്ത് പെർമിഷനാണോ കൊടുത്തത് അത് മാത്രം എന്ത് ചെയ്താൽ മതി, ഇയാൾക്ക് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പെർമിഷൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ വന്ന് ഒരു ഗ്രൂപ്പിനെ കാണുന്ന ഒരു പെർമിഷൻസും കൂടി എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഉള്ള പെർമിഷൻസ് ഒന്നും നമുക്ക് ഇതിന് കൊടുക്കുന്നില്ല. ഗ്രൂപ്പിന് ഈ അരുൺ എന്നുള്ള വ്യക്തിക്ക് ഗ്രൂപ്പിനെ കാണാനുള്ള ഒരു പെർമിഷനും കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇനി ലാസ്റ്റ് ലോഗിൻ ചെയ്തതും അതേപോലെ തന്നെ ലാസ്റ്റ് ലോഗിൻ ചെയ്ത ടൈമും നമുക്കിവിടെ വന്ന് ടുഡേ എന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എന്നാണ് ജോയിൻ ചെയ്തതെന്നും ഏത് സമയത്താണ് ജോയിൻ ചെയ്തതെന്നുള്ളതും ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മളെ സർവർ ടൈം എന്ന് പറയുന്നത് നമ്മളെ ടൈമിൻ്റെ എത്ര കുറവ് സമയമാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നത്. അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ജസ്റ്റ് സേവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്തായിട്ടുണ്ട്, അരുൺ എന്നുള്ള പേരിൽ ഇവിടെ ഒരു യൂസറെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾറെഡി നമ്മളിവിടെ വന്ന് അഡ്മിൻ പേജാണ് നമ്മളിവിടെ ലോഗിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നൊന്ന് ജസ്റ്റ് സൈൻ ഔട്ട് ചെയ്യാം. ഇനി സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇവിടെ വന്ന് ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, യൂസർ നെയിം എന്നുള്ളത് നമ്മളിവിടെ വന്ന് അരുൺ എന്ന് ചേർത്ത് കൊടുത്തു. പാസ്വേഡ് എന്നുള്ളത് arun@123 എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമുക്കിവിടെ വന്ന് ലോഗിൻ ചെയ്തു. അപ്പോൾ
അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പല ഓപ്ഷൻസുകളൊന്നും നമുക്കിവിടെ കാണാനില്ല. നമുക്കിവിടെ വന്ന് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നുള്ളത് വ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഡാറ്റാസ് ആഡ് ചെയ്യാനോ അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള പെർമിഷൻസുകളൊന്നും നമുക്കിവിടെ ഇല്ല. അതേപോലെ തന്നെ നമുക്ക് യൂസേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. പക്ഷേ യൂസേഴ്സിന് ആഡ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് എന്ത് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. നമുക്കതിലേക്ക് അഡീഷനായിട്ട് ആഡ് ചെയ്യാനോ അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഓക്കെ ആഡ് ചെയ്യാനും യൂസേഴ്സിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടേക്ക് ആഡ് ചെയ്യാം. ഒരു പേര് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അവരെ പാസ്വേഡ് ഇവിടെ ചേർത്ത് കൊടുത്തു. @123 ഓക്കെ. ഇവിടെ വന്ന് സേവ് ചെയ്തു. ഓക്കെ, ആദ്യം കൊടുത്തതുമായിട്ട് മാച്ച് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത് കൊടുത്തത് ഒന്നും കൂടി ഞാൻ ചേർത്തു. ഷിറ്റ്. ഓക്കെ, ഇവിടെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നത്, സിമ്പിളായിട്ട് ഒരു പേര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ എന്തായിട്ടുണ്ട്, ഇത് ആ യൂസറെ നമുക്കിവിടെ വന്നിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത യൂസറുടെ ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിവിടെ കാണാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇതിലേക്ക് വേണ്ട ഡീറ്റെയിൽസുകളൊക്കെ ആഡ് ചെയ്യാം. അതേപോലെ നമുക്ക് ഈ യൂസറെ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനൊക്കെ ചെയ്യാം. കാരണം നമ്മൾ ടീച്ചർ എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടീച്ചർക്കുള്ള പെർമിഷൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗ്രൂപ്പുകളൊക്കെ നമുക്ക് വിസിബിൾ ചെയ്യാനുള്ള, അതായത് ഗ്രൂപ്പുകളൊക്കെ കാണാനുള്ള പെർമിഷൻ നമുക്കിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പുകൾ കാണാനുള്ള പെർമിഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ യൂസേഴ്സിനെ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻസുകളൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചേഞ്ച് പാസ്വേഡ് എന്ന് കൊടുത്താൽ നമ്മൾ ആ ഓൾഡ് പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് പുതിയ പാസ്വേഡൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് എന്ത് ചെയ്യാം, ലോഗ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് ലോഗ് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ അഡ്മിൻ പേജ് തന്നെ നമ്മളിവിടെ ഒന്നും കൂടി റീലോഗ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്തു, അഡ്മിൻ എന്ന് ചേർത്ത് കൊടുത്തു. അഡ്മിൻ്റെ പാസ്വേഡായ 123 എന്ന് കൊടുത്തു. ഇതിന് ശേഷം എന്ത് ചെയ്തു, ഇവിടെ വന്ന് ലോഗിൻ ചെയ്തു. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അതേപോലെ തന്നെ ചേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ പെർമിഷൻസും നമുക്ക് ഗ്രൂപ്പിൻ്റെ എല്ലാ പെർമിഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അലോ ചെയ്തിട്ടുണ്ട്. ഇത് മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ഡെവലപ്പേഴ്സ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോഡുകളൊക്കെ മാനുവലി ടൈപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ജാങ്കോയിൽ ഒന്നും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് മാനുവലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനും അതേപോലെ തന്നെ അത് ഏതാണ്ട് സം കോഡുകൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വേണ്ട ഡാറ്റാസ് ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂൾ തന്നെയാണ് അഡ്മിൻ പേജ്. ഇനി നമ്മൾ തുടർന്ന് വരുന്ന പ്രൊജക്റ്റുകളിൽ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ അഡ്മിൻ പേജിലേക്ക് വരികയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസുകളൊക്കെ എൻട്രി ചെയ്യും. അത് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ അപ്പോൾ ഇതിലെ പല കാര്യങ്ങളും നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ വീണ്ടും റീയൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷനോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.